മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. അപ്പോൾ മുസ്ലിം ലീഗായി ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ആള് CPM-ന്റെ നേതാവായി പിന്നെ വരികയാണ്. ഈ ആര്യാടൻ മുഹമ്മദിന്റെ അതേ നിലപാട് പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനോടും ആ നാട്ടുകാർ ഫണ്ട് പിരിച്ചിട്ട് സ്വന്തം സ്ഥാനാർത്ഥിക്ക് കൊടുത്തിട്ടില്ല എന്ന ആക്ഷേപമാണ്. ഒന്ന് AP അനിൽകുമാറിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് UDF തീരുമാനിച്ചാൽ രക്ഷയില്ല. ഫൈറ്റ് ഒന്നും വേണ്ട, ഒരു സ്ഥാനാർത്ഥിയെ പേരിന് നിർത്തിയാൽ മതി. അത് പലയിടത്തും CPM. നമസ്കാരം. മലപ്പുറം ജില്ലയിലെ സംവരണ നിയമസഭാ നിയോജക മണ്ഡലമാണ് വണ്ടൂര്. വണ്ടൂരിന്റെ ആദ്യത്തെ പ്രത്യേകത കോൺഗ്രസിന്റെ കുത്തകയാണ് ആ മണ്ഡലം എന്ന് പറയാം. ചരിത്രത്തിൽ ഒരു അത്ഭുതം പോലെ 96-ൽ ഒരിക്കൽ മാത്രമാണ് CPM-കാരനായ N കണ്ണൻ ആ മണ്ഡലം പിടിച്ചെടുത്തത്. അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അതിനു മുമ്പ് ദീർഘകാലം അത് പന്തളം സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് മത്സരിച്ച് നിരന്തരം ജയിച്ചു പോയിരുന്ന മണ്ഡലമാണ്. അദ്ദേഹത്തെ അന്ന് ഞങ്ങൾ ദേശാടന പക്ഷി എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തെയാണ് തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 3 തവണ അദ്ദേഹം MLA, 4ാം തവണയാണ് അദ്ദേഹം. ആ ഒരു വികാരം കൂടി ഉണ്ടായിരുന്നു. മണ്ഡലത്തിൽ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടുള്ള MLA എന്ന നിലയിൽ. കരുണാകരന്റെ സ്വന്തം ആളായിരുന്നല്ലോ പന്തളം. ആ നിലക്ക് അവിടെ സ്ഥിരം സീറ്റ് കൊടുത്തത്. അവിടുന്നാണ് മന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം. അതെ. അത് കഴിഞ്ഞിട്ട് N കണ്ണൻ 96-ൽ ഒരിക്കൽ മാത്രം ജയിച്ചത് ഒരേ ഒരു തവണ. അത് കഴിഞ്ഞ് AP അനിൽകുമാറിലൂടെ വീണ്ടും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. സംവരണ മണ്ഡലമായതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ AP അനിൽകുമാർ എനിക്ക് തോന്നുന്നു 5ാമത്തെ തവണ MLA ആണ്. എനിക്ക് തോന്നുന്നു ബദൽ AP അനിൽകുമാറിന് തത്തുല്യനായ ഒരാളെ സംവരണ മണ്ഡലത്തിൽ നിർത്താൻ കോൺഗ്രസിന് മലപ്പുറം ജില്ലയിൽ ആ തരത്തിൽ ഇല്ലതാനും. അതിന്റെയൊക്കെ ഒരു പരിമിതി നേരിടുന്നുണ്ട്. അതാണ് വണ്ടൂരിന്റെ പ്രത്യേകത. പിന്നെ വണ്ടൂരിന്റെ 2 പ്രത്യേകതകൾ. ഈ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനുകളിൽ ഒന്നാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ. കാരണം വെച്ചാൽ നിലമ്പൂർ കാട്ടിൽ തേക്കുണ്ട്, ബ്രിട്ടീഷുകാർക്ക് അത് വെട്ടിക്കൊണ്ടുവരണം, ഷൊർണൂരിൽ എത്തിച്ചിട്ട് ചെന്നൈ വഴി കടത്തിക്കൊണ്ടുപോകണം. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് മനോഹരമായ ലൈനാണ് കേട്ടോ. ഓരോ റെയിൽവേ സ്റ്റേഷനും പൂവാടികളെ പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ യാത്ര മനോഹരമാണ്. 1ാമത്തെ പ്രത്യേകത. പിന്നെ വണ്ടൂരിന്റെ ഒരു പ്രത്യേകത ഏറനാടിന്റെ ഒരു എല്ലാ പ്രത്യേകതയുള്ള ഒരു സവിശേഷമായ ഭാഷയാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഭാഷയല്ല വണ്ടൂരിലെ ഏറനാട്ടിലെ നിന്ന് ഭാഷ. അത് ഈ സംശുദ്ധമായ ഒരു മലപ്പുറം ഏറനാടൻ ഭാഷയുണ്ട്. അതിന്റെ ഒരു തെളിമയും സൗന്ദര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു താളമുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ ഒരു നല്ല ഭൂമികയാണ്. മിക്കവാറും എല്ലാ വീട്ടിലും ആണോ പെണ്ണോ ഒക്കെ ആയിട്ട് ഒരാൾ പാട്ടുകാരുണ്ടാവും. അങ്ങനത്തെ ഒരു വീടാണ്. മാപ്പിളപ്പാട്ടിന്റെ ആ ഒരു വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ പാട്ടുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തിന്റെ നാടാണ് വണ്ടൂര്. അദ്ദേഹത്തിന് അവിടെ സ്മാരകമുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രം അതാണ്. അത്തരം ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ഡലമാണ് വണ്ടൂര്. ഇന്ന് നമ്മൾ വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ സാധ്യതകളാണ് പരിശോധിക്കുന്നത്. ABC ന്യൂസിന്റെ ഈ മണ്ഡല പര്യടനം ഇന്ന് വണ്ടൂരിൽ എത്തി നിൽക്കുകയാണ്. വണ്ടൂരിൽ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ആരുടെ കൂടെ നിൽക്കുമെന്നതിനെ കുറിച്ചുള്ള വലിയ ആശങ്കകളൊന്നും വേണ്ട. കഴിഞ്ഞ ഇതുവരെയുള്ള ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഒരിക്കൽ മാത്രം ഒരു അത്ഭുതം സംഭവിച്ചത് ഒഴിച്ചാൽ ബാക്കി മുഴുവനും കോൺഗ്രസിന്റെ കുത്തകയാക്കി വെച്ച മലപ്പുറം ജില്ലയിലെ മണ്ഡലമാണെങ്കിലും അവിടെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരാനിടയുണ്ടോ? ഓരോ പാർട്ടിക്കും കിട്ടുന്ന വോട്ട് ബാങ്ക്, വോട്ട് ഷെയറുകളിൽ മാറ്റം വരുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ വിശകലനം ചെയ്യും. ചരിത്രവും സംസ്കാരവും ഒക്കെ ഞങ്ങൾ പറഞ്ഞേക്കും. പക്ഷേ തീർച്ചയായിട്ടും വണ്ടൂരിൽ രാഷ്ട്രീയമായി എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് പറയേണ്ടതും പ്രവചിക്കേണ്ടതും ഞങ്ങളല്ല, വോട്ടർമാരാണ്, ജനങ്ങളാണ്. ഞങ്ങൾ അതിനുള്ള അവസരം തുറന്നു വെക്കുന്നു. ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അതിനുള്ള അവസരം നൽകിയിട്ടുണ്ട്. എത്രയും വേഗം കമന്റ് ബോക്സിൽ ചെല്ലുക. ആദ്യം നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരമുണ്ട്. എത്രയും വേഗമാകട്ടെ. സിനുജിക്ക് ഒരു മലബാറുമായി വിദൂരത്ത്, എന്നാൽ മലബാറിലൊക്കെ ജോലി ചെയ്തിട്ടില്ല പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, എന്നാൽ തിരുവിതാംകൂറിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ വണ്ടൂരിനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇപ്പം മാഷ് പറഞ്ഞതുപോലെ പന്തളം സുധാകരൻ പണ്ട് അങ്ങനെ കേട്ടില്ല. പിന്നീട് AP അനിൽകുമാർ, എത്രയോ കാലമായിട്ട് AP അനിൽകുമാറിന്റെ ഒരു പേര് മാത്രമേ. കാരണം മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് ലീഗിന്റെ കോട്ടയെന്ന് അറിയപ്പെടുന്നത്. അവിടെ അറിയപ്പെടുന്ന 1-2 കോൺഗ്രസ് നേതാക്കളുണ്ട്. ഒന്ന് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നിഴലിൽ നിന്ന് പിന്നീട് ഈ കേൾക്കുന്ന അനിൽകുമാറാണ്. അദ്ദേഹം പിന്നീട് മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സൗമ്യനായ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് തിരുവിതാംകൂറുകാർക്ക് തോന്നുന്നത്. കാരണം മലബാറിൽ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും അങ്ങനെയുള്ള ഒരു പ്രകൃതമായിട്ടാണ് ഞാൻ തിരുവനന്തപുരം അങ്ങനെയുള്ള ഒരു നിയമസഭാ സാമാജികനാണ്. അപ്പോൾ 2016-ലെയും 2021-ലെയും നിയമസഭയിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ 2016-ൽ AP അനിൽകുമാർ മത്സരിച്ചപ്പോൾ അന്ന് മൊത്തം 74% പോൾ ചെയ്തതിൽ 52%-ഓളം വോട്ട് പിടിക്കാനായിട്ട് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 21,500
23,864 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. അപ്പൊ മുസ്ലിം 23,000. 23,000. അപ്പൊ അത്രയും ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും അനിൽകുമാറിനെ അവിടുത്തെ മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ടും പിന്തുണച്ചെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ വോട്ട് നേടാനുള്ള സാധ്യതയില്ല. മാത്രമല്ല അവിടുത്തെ DCC പ്രസിഡന്റുമായിട്ട് ആര് വരണം എന്ന കാര്യത്തിലൊക്കെ ഒരു ചർച്ചയൊക്കെ അല്ലെ, ആ സമയത്ത് അനിൽകുമാറിന് വലിയ ലീഗിന് ഭയങ്കര സ്വീകാര്യനാണ്. ആര്യാടൻ തിരിച്ചായിരുന്നു. അനിൽകുമാർ ഒരിക്കൽ പോലും ലീഗിനോട് ഫൈറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ലീഗുകാർക്ക് അദ്ദേഹത്തോട് അഭിപ്രായം അത് ഈ ആര്യാടൻ മുഹമ്മദിന്റെ അതേ നിലപാട് പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനോടും ആ നാട്ടുകാർ കാണിച്ചു. അദ്ദേഹം DCC പ്രസിഡന്റ് ആകുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടും നഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് ഈ പറയുന്ന നിഷാന്ത് LDFന് വേണ്ടി മത്സരിച്ചു. പിന്നീട് സുനിത മോഹൻദാസ് BJPക്ക് വേണ്ടി മത്സരിച്ചു. ഈ പറയുന്ന നിഷാന്ത് 58,000-ഓളം വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. പക്ഷെ 81,000-ഓളം വോട്ടായിരുന്നു അനിൽകുമാറിന് കിട്ടിയത്. ഇനി 2021 കണക്കിലേക്ക് വന്നാൽ വീണ്ടും UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അനിൽകുമാർ വരുന്നു. അന്ന് 75% പോളിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തൊട്ടു മുമ്പ് നടന്നതിനേക്കാൾ 0.8 ആണ് കൂടിയിരിക്കുന്നത്. അങ്ങനെ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? 87,000 വോട്ടും കൂടിയിട്ടുണ്ട്. അപ്പൊ 87,415 വോട്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ കാര്യം നോക്കുമ്പോൾ 15,563 അത് കുറഞ്ഞിട്ടുണ്ട്. അതിന് ഗണ്യമായ ഒരു കാരണമുണ്ട്. അത് വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് AP അനിൽകുമാറിന് ഈ പറഞ്ഞ ദീർഘകാല MLA ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു ഡിമിനിഷിംഗ് ഫാക്ടർ വരുമല്ലോ, അത് വന്നിട്ടുണ്ടായിരുന്നു. രണ്ട്, ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ കേട്ടിരുന്നത് വണ്ടൂരിൽ അനിൽകുമാർ തോൽക്കാൻ പോലുള്ള ഒരു സാധ്യതയുണ്ടെന്ന. പക്ഷെ അന്ന് നമ്മൾ ഈ അന്തർധാര എന്ന് പറയുമല്ലോ, അന്തർധാര പലപ്പോഴും സജീവമാണ്. ഈ CPM ആ ജില്ലയിൽ CPMന് കിട്ടാവുന്ന ഏറ്റവും പട്ടികജാതി വിഭാഗത്തിൽ സംവരണക്കാരാണ്. ആ കൂട്ടത്തിൽ പെട്ട ഏറ്റവും മോശം സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി നിർത്തി. ആ മണ്ഡലക്കാരി അല്ലാത്ത ഞങ്ങളുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽപ്പെട്ട, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വള്ളിക്കുന്ന് മണ്ഡലത്തിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് പള്ളിക്കൽ. ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതും ക്രെഡിബിലിറ്റി കളഞ്ഞൊരു ഒരു പെൺകുട്ടിയാണ്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അവർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടാണ് പഞ്ചായത്തിൽ എത്തിയത്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായി. ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ മുസ്ലിം ലീഗിനോട് പിണങ്ങിയിട്ട് നേരെ CPMൽ പോയി ചേർന്നു. അപ്പോൾ മുസ്ലിം ലീഗായി ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ ആള് CPMന്റെ നേതാവായി പിന്നെ വരികയാണ്. അവരെ കൊണ്ടുവന്നിട്ടാണ് വണ്ടൂരിൽ, അത് മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി സംവരണ സീറ്റിൽ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് പേഴ്സണലായിട്ട് യാതൊരു സാധ്യത ഉണ്ടായിരുന്നില്ല, ക്രെഡിബിലിറ്റി ഉള്ള നേതാവായിരുന്നില്ല. ഒരു പക്ഷെ അത്രയും ഒരു ദുർബലമായ സ്ഥാനാർത്ഥി മതി അനിൽകുമാറിനെതിരെ എന്ന് ആ തെരഞ്ഞെടുപ്പിൽ CPMന് തോന്നിയതിന്റെ പിന്നിലും അന്തർധാരയുണ്ടായിരുന്നു. മിഥുനെ അവിടെ സ്ഥാനാർത്ഥിയാവുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെ? പ്രതീക്ഷിക്കാത്ത സമയത്ത് മിഥുനെ കൊണ്ടുവരുത്തി എന്ന് പറഞ്ഞാൽ ഇത് UDFന്റെ ഉറച്ച മണ്ഡലമാണ്, നമ്മളവിടെ വിജയിക്കൊന്നും അല്ല, ഒരു ഫൈറ്റ് ഒന്നും വേണ്ട, ഒരു സ്ഥാനാർത്ഥിയെ പേരിന് നിർത്തിയാൽ മതി. അത് പലയിടത്തും CPM ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പൊ VD സതീശനെതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നിടത്തൊക്കെ. മലപ്പുറത്ത് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, കുഞ്ഞാലിക്കുട്ടി എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഇടതുപക്ഷ മുന്നണിയിലെ ഏറ്റവും ദുർബലമായ കക്ഷിയുടെ ഏറ്റവും ദുർബലനായ നേതാവിനെ കൊണ്ടുപോയി നിർത്തിയത്. കുറ്റിപ്പുറത്ത് എന്നും എന്റെ സാറെ RSP എന്ന് പറയുന്ന ഒരു പാർട്ടി മലബാറില് ആ പാർട്ടിക്കാണ് കൊടുക്കുക കുറ്റിപ്പുറം സീറ്റ്. കാരണം ജയിക്കാനുള്ളതല്ല. ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ നീ പറഞ്ഞ ശരിയാ. ഇപ്പൊ വേങ്ങരയിൽ ഇപ്പൊ അത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി വേങ്ങരക്ക് മാറിയപ്പോ DYFIക്കാർക്ക് പോലും അന്ന്, ഇപ്പൊ കുറച്ചെങ്കിലും DYFIക്കാർക്ക് പോലും കേട്ട് പരിചയമില്ലാത്ത ജിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി നിർത്തി. വനിതാ ശാക്തീകരണമാണ് അത്രേ. പൊന്നാനിയിലോ നിലമ്പൂരിലോ എന്തെങ്കിലും ചെറിയ സാധ്യതകൾ എടുത്ത് കൊണ്ടുപോയി നിർത്തണ്ടേ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു ബലിയാട് പോലെ കൊണ്ടുപോയി നിർത്തി എന്ന് പറഞ്ഞാൽ അന്തർധാര ശക്തമാണ് എന്നാണ് അതിന്റെ അർത്ഥം. കറക്റ്റ് ആണ്. അപ്പൊ ഈ വണ്ടൂരിന്റെ ഒരു അവസ്ഥ എന്തായാലും ഈ പറയുന്ന UDFന് അനുകൂലമാണ്. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ വലിയൊരു ആധിപത്യം ഉണ്ടെങ്കിലും കോൺഗ്രസിന് സ്ഥിരമായിട്ട് ലഭിക്കുന്ന ഒരു സീറ്റാണ്. ഇപ്പൊ ഈ അനിൽകുമാറിന്റെ ഒരു പകരക്കാരൻ ആരാന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ സത്യം പറയലില്ല, പ്രത്യേകിച്ച് മലബാർ മേഖല. പക്ഷെ വേറൊന്നുണ്ട്, പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റിയ അത്ര ആർജവമുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിനും ഇല്ല. കരുണാകരൻ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ മലപ്പുറത്തേക്ക് വേണ്ടാന്ന് പറയാൻ അന്ന് കരുണാകരനോട് ആരും പറയില്ല. എവിടുന്നും കൊണ്ടുവന്ന് നിർത്താലോ. അതാണ് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം. ഇന്നത്തെ കാലാവസ്ഥയിൽ അത് പറ്റില്ലല്ലോ, അല്ലേ? മാത്രമല്ല ഈ അനിൽകുമാറിനോളം ഒപ്പം സ്വാധീനമുള്ള ഇതേ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആൾക്കാരുടെ എണ്ണത്തിലെ കുറവ് വലിയൊരു വിഷയമാണ്. അതും പ്രശ്നമുണ്ട്. ഉള്ള ആൾക്കാർക്ക് എന്നാൽ സ്വാധീനം ചെലുത്താവുന്ന പഴയ KK ബാലകൃഷ്ണന്റെ ഒക്കെ മകനൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഒരിക്കൽ നിന്ന് എനിക്ക് തോന്നുന്നു
കോങ്ങാടോ ഇവിടെ നിന്ന് പുള്ളി തോറ്റുപോയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഇത് അനിൽകുമാറിന്റെ മുകളിലുള്ള ഒരാളെ മാത്രമേ അവിടെ ഇനി പ്രതീക്ഷിക്കാൻ പറ്റൂ. വേറെ സാധ്യത മാത്രമല്ല ഇപ്പൊ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് ഈ വണ്ടൂര് വരുന്നത് അല്ലെ? അങ്ങനെ വരും. ഒരു കൂട്ടത്തിലൊന്നും ഓർക്കേണ്ടത് ഡോക്ടർ എം എ കുട്ടപ്പൻ ഉണ്ടായിരുന്നല്ലോ. കുട്ടപ്പനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ലീഡർഷിപ്പ് ഉണ്ടല്ലോ കോൺഗ്രസിന്, അവര് ഗ്രൂപ്പുകളല്ല, ഒരു അധികായന്മാരായ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂരിൽ 2019 കണക്കുകൾ നോക്കുമ്പോൾ UDF 67% വോട്ടുകളാണ് ലഭിച്ചത്. 1,11,948. വയനാട് മണ്ഡലത്തിൽ. അപ്പോ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മണ്ഡലം. അതെ. അപ്പോൾ അതിൽ വണ്ടൂർ ലഭിച്ചത് 67%, LDF 25.4, താഴെയാണ് 42,393 വോട്ടുകളാണ്. ലോക്സഭയിലേക്ക് അങ്ങനെ വരും. ഇനി NDAക്ക് 5% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഇത് 2024 വരുമ്പോൾ UDF 65.7 ആണ് വരുന്നത്. 1,12,310 വോട്ട് UDF. LDF 25 തന്നെയായിരുന്നു, 25.4 കഴിഞ്ഞ 19 25.5 മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. 43,626 വോട്ടുകൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ നില മെച്ചപ്പെടാത്തതിന്റെ ഒരു കാരണം ഈ വയനാട് മണ്ഡലം എന്നും CPIക്ക് തിരെഴുതി കൊടുക്കും. വർക്ക് ചെയ്യാൻ പോലും ആളുകൾ ഉണ്ടാവില്ല. ഫണ്ട് പിരിച്ചിട്ട് സ്വന്തം സ്ഥാനാർത്ഥിക്ക് കൊടുത്തിട്ടില്ല എന്ന ആക്ഷേപമാണ് ഏറ്റവും ഒടുവിൽ ആനി രാജ മത്സരിച്ചപ്പോൾ വന്നത്. അപ്പൊ അങ്ങനെ ദുർബലമായൊരു പാർട്ടി ഒരു ഇലക്ഷനാണത്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആകപ്പെടെ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത് NDAക്ക് 5% നിന്ന് 8%ലേക്ക് 2024 ആയപ്പോൾ ചെറിയൊരു കയറ്റം ഉണ്ടായി. മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ കാര്യമായതുകൊണ്ടാണത്, പ്രത്യേകതയാണ്. എന്തായാലും ഇതാണ് ആ നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ. ഇനി ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് വന്നാൽ വണ്ടൂര് 1,08,408 പിന്നെ UDF നല്ല പിന്നെ മേൽക്കൈമുണ്ട്. ഇനി 80,043 LDF, BJP 5,217 സ്വാഭാവികമാണ്. ഇതാണ് ലോക്കൽ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. ജില്ലാ പഞ്ചായത്തിലേക്ക് വണ്ടൂരും ഒക്കെ ഉൾപ്പെടുന്ന അവിടെ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് ലീഗ് ജയിച്ചു പോയത്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഈ സ്ഥിതിക്ക് തൊട്ടു മുമ്പിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം വണ്ടൂരിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഇനി മണ്ഡലം വരണമെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ ആരെങ്കിലും അട്ടിമറി നടത്തി കൊടുക്കണം. ഒന്ന് AP അനിൽകുമാറിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് UDF തീരുമാനിച്ചാൽ രക്ഷയില്ല. AP അനിൽകുമാറിനെ മാറ്റി നിർത്താൻ കോൺഗ്രസ് 5 തവണ MLA ആണ്. പല ടേം വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാറി നിൽക്കേണ്ട സമയമായി. മന്ത്രിയുമായി കഴിഞ്ഞതാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറാവുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനി അദ്ദേഹം തന്നെ നിന്നാൽ വോട്ടർമാർ പക്ഷേ ആ മുന്നണിക്കാർ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുമോ? അത്തരം സാധ്യതകൾ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വണ്ടൂര് തിരിച്ചു പിടിക്കാൻ പണ്ട് N കണ്ണൻ നിന്നതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ, ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അന്തർധാര ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ LDF തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. പിന്നെ NDAയുടെ സ്ഥിതി അവരുടെ വോട്ട് ഷെയർ നിലനിർത്തുന്നുണ്ട് അല്ലെ, അതിലപ്പുറത്തേക്ക് സാധ്യതയൊന്നുമില്ല. എന്തായാലും അന്തിമമായി വണ്ടൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടത്, സംഭവിക്കാനുള്ള സാധ്യതകൾ പ്രവചിക്കേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളല്ല. ഞങ്ങളുടെ മുമ്പിലുള്ള കണക്കുകൾ ഞങ്ങൾ വിശകലനം ചെയ്യുന്നു. ABC ന്യൂസിലൂടെ വണ്ടൂരിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. അവരോട് പറയേണ്ടത് ഞങ്ങളല്ല, തീർച്ചയായിട്ടും പ്രേക്ഷകരാണ്. നമ്മുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ആദ്യം തന്നെ ഞങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം ലിങ്കിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഏത് മുന്നണിക്കാണ് സാധ്യത എന്ന് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.